താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്തായാലും സ്വാഗതം പറയുകയാണ് ചടങ്ങുകൾക്ക്. നമുക്ക് അതിനുമുന്നായിട്ട് ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ളത് കൊച്ചു മക്കൾ നമ്മളെല്ലാം ഗായത്രി മക്കളായാണ് വേദിയിൽ ക്ഷണിക്കുന്നത്. ഈ ഒരു ഗായത്രി പ്ലീസ് വെൽക്കം. അത് ഗീതം അല്ലെ, സംഗീതത്തിന് ഒരു കൂട്ടായ്മയാണ് ഈ കാണുന്ന കുടുംബ സദസ്സ്. സുന്ദരിയുടെ സ്വാഗതം പറയുക എന്ന ഒരു ചടങ്ങാണെങ്കിൽ അല്പം ബ്രീഫായിട്ട് കുറച്ച് സംസാരിക്കും. അതുപോലെ സുന്ദരിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ശരിക്കും 14 വർഷം കഴിഞ്ഞു. 14 വർഷം പിന്നിടുകയാണ്. സുന്ദരിയ എന്ന ഈ സംഘടന ആദ്യം ഇതുപോലെ ഒരു കുട്ടി ബോക്സിൽ ഞങ്ങൾ 3 പേര് പാടാൻ വേണ്ടിയിട്ട് ഒരു റൂമിൽ വെച്ച് പാടി. ഞങ്ങൾക്ക് ഈ പാടാനുള്ള ഒരു താല്പര്യം പാടാനുള്ള ഒരു താല്പര്യമുണ്ട്. ഞങ്ങൾ കോളേജിലും സ്കൂളിലും മത്സരങ്ങളിൽ അപ്പോൾ അതുകൊണ്ടൊരു താല്പര്യം എല്ലാവരും ചേർന്നുകൊണ്ട് പ്രോഗ്രാം ഇവിടെ പാടാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ പാടി 5 പേര് പാടി. അതിന് അതിൻ്റെ 5:50 പിന്നത് തോതായി 200 പേരുള്ള സംഘടനയിലേക്ക് മാറ്റുവാൻ സുധിലേക്ക് കഴിഞ്ഞത്. അപ്പോൾ അത് സുധിലെ അത്യധികം അതിനകത്ത് അഭിമാനം കൊള്ളുകയാണ്. കാരണം ഒരുപിടി നല്ല ഗായകനെ സുധിലേക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം യാതൊരു പേയ്മെന്റ് വാങ്ങാതെ തന്നെ ഈ നടക്കുന്ന ഞങ്ങളുടെ 2ാം ഞായറാഴ്ച നടക്കുന്ന സംഗീത പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു റിഹേഴ്സൽ ക്യാമ്പ് സംഘടിപ്പിച്ച് ഈ പ്രോഗ്രാം 2ാമത്തെ ഞായറാഴ്ചകളാണ് സുധിലെ ഇങ്ങനെ സംഗീത കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് സൺഡേയിൽ ഞങ്ങൾ പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് ആ വേദിയിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഹാള് വാടക ഇച്ചിരി ഞങ്ങൾ ശോഭാ മാഡത്തിൻ്റെ വീട്ടിലാണ് ഹാൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹാള് വൈസ് പ്രസിഡൻ്റാണ് പുള്ളി. അപ്പോൾ അവരുടെ ഒരു ഹാള് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഹാൾ റെൻ്റൽ എടുക്കേണ്ടി വന്നുകൊണ്ടൊരു നാമമാത്രമായ എമൗണ്ട് ഞങ്ങളിപ്പോൾ ഈടാക്കുന്നുണ്ട് ഈ റിഹേഴ്സലിന് വേണ്ടി. എന്തായാലും 2ാം ഞായർ സംഘടിപ്പിച്ചിരുന്ന പരിപാടി 4ാം ഞായറിലേക്ക് പോയി. കാരണം ആളെണ്ണം കൂടി. ആദ്യ പ്രോഗ്രാം ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെ ആയിരുന്നു. ഇപ്പോൾ പ്രോഗ്രാം രാവിലെ 10 മണി മുതൽ രാത്രി 8 വരെ. അത് കഴിഞ്ഞിട്ട് 4th സൺഡേയിലും അതുപോലെ രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ സംഘടിപ്പിക്കുക. തുടർന്ന് എല്ലാ സൺഡേയിലും സംഘടിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ സൺഡേയിലും ഉണ്ടാവും തുടർന്ന്. കാര്യം സിംഗേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്.
എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന മോട്ടിവേഷനാണ്. പാടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എന്താണ് അവർക്ക് ആവശ്യം. കരോക്കെ തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് 250 രൂപ മുതൽ 1000 രൂപ വരെ വാങ്ങുന്നുണ്ട് ഒരു കരോക്കെ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന പാട്ടുകാർക്ക് ഇത് സൗജന്യമായിട്ട് തന്നെ ഈ കരോക്കെ ഞങ്ങൾ അവൈലബിൾ ആക്കുന്നുണ്ട്. ഒത്തിരി സ്റ്റോക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരുപാട് പ്രൊഫഷണൽ സിംഗേഴ്സും ഞങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് പാടാനായിട്ട്. അതുമല്ല മറ്റ് കലാവാസനകളിലുള്ള ഒത്തിരി ആൾക്കാർ. ഇന്ന് തന്നെ മേക്കപ്പ് ഇവിടെ ഈ വാമനനും മാവേലിക്കൊക്കെ മേക്കപ്പ് ഇട്ട ജെയിംസാണ്. ഒരു മേക്കപ്പ് മാൻ കൂടിയാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. പോരാതെ ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിന് നമ്മുടെ മക്കളുടെ കൊച്ചുമക്കളുടെ കലാവാസന വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്കൊരു പ്രോത്സാഹനം നൽകുന്നതിനുള്ളൊരു വേദി കൂടിയാക്കി ഇന്ന് സുതിലയുടെ ഋതുരാഗം 2K25 മാറിയിരിക്കുന്നു. ഒപ്പം സുതിലയ ചെയ്യുന്നത് ഇതുവരെ സുതില 68 ചാരിറ്റി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഓർഫനേജുകളിൽ. അത് തികച്ചും സൗജന്യമായിട്ടാണ്. ഓർക്കസ്ട്ര അല്ല, കരോക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്ക് അംഗവൈകല്യം വന്ന ആൾക്കാർ, മെൻ്റലി ഡീറ്റാർഡഡ്, പിന്നെ അതുപോലെ തന്നെ ചിത്രാപൂർവം പോലുള്ള അച്ഛനും അമ്മയും ഇല്ലാത്തവർ, അമ്മയുണ്ട് അച്ഛനില്ല, അച്ഛനുണ്ട് അമ്മയില്ല, അങ്ങനെയുള്ളവരെ കൊണ്ടാക്കിയിരിക്കുന്ന പല സംഘടനകളുണ്ട്. അങ്ങനെ ഇത്തരം സംഘടനകളിൽ 68 അവസാനം ഞങ്ങൾ ചെയ്തത് പൂജപ്പുര മഹിളാ മന്ദിരം ആശാഭവനിലാണ് ഞങ്ങൾ ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് ചെയ്തത് ടീച്ചേഴ്സിൻ്റെ ഒരു ഓൾഡ് ഏജ് ഹോം ഇവിടെ പേട്ടയിലുണ്ട്, ഹെർമിറ്റേജ്. അതിന് തൊട്ട് മുമ്പ് ചെയ്തത് NCC ക്യാമ്പ് പേട്ട സ്കൂളിലും മണക്കാട് ഗേൾസ് സ്കൂളിലും നടന്ന NCC ക്യാമ്പിൽ. അങ്ങനെ ഒത്തിരി ചാരിറ്റി പ്രോഗ്രാം 68 ഇതോടെ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ. വർക്കല മുതൽ പാറശാല വരെയുള്ള പൂർ ഹോമുകളിൽ, അനാഥാലയം എന്നിപ്പോൾ പറയാൻ പാടില്ല, അതിഥി മന്ദിരം എന്നാണ് പറയുന്നത്. അവരാരും അന്യരല്ല. കാരണം അവർക്കെല്ലാം അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ തന്നെ അവരെ നോക്കുന്നത് അവിടെയുള്ള അവിടെയുള്ള മെഡിക്കൽ വിഭാഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല കോച്ചിങ് കൊടുത്തിട്ടുള്ള ഹോം നഴ്സസ് ഉണ്ട്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്കാൾ സൗകര്യമാണ് എന്ന് പറയാം. എന്തിനാണ് ഈ ഓർഫനേജുകളിൽ ശ്രുതിലയുടെ നമ്മുടെ ഗായകരെ കൊണ്ടുപോയി പാടിച്ചത് എന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് വന്നവർക്കറിയാം അല്ലേ. നമ്മൾ വളരെ സുഭിക്ഷമായിട്ട് അല്ലേ 4 നേരമൊക്കെ ആഹാരം കഴിച്ച് മക്കളോടൊത്ത് കഴിയുന്നുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവർക്കും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും പോയ ഓർഫനേജുകൾ എന്താണെന്നുള്ളത്. ഇന്നത്തെ തലമുറ വളരെ അധികം മാറിയിരിക്കുന്നു എന്ന് പറയാം. അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ലെവലിൽ നിന്നിട്ട് പറയുന്ന ഒത്തിരി ആൾക്കാർ എബവ് 50 ആണ് ഇവിടെ ഉള്ളത് അല്ലേ. നമ്മൾ കൊടുത്തിരുന്ന ഒരു വില ഇന്ന് അച്ഛനും അമ്മയ്ക്കില്ല. ഇന്ന് അവർ പറയുന്നത് കേട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു അല്ലേ. അതാണ് അവസ്ഥ. ഈ സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് ആണ് പലരും ഓർഫനേജുകളിൽ ഇന്ന് താമസം മാറ്റിയിരിക്കുന്നത്. അതൊരു വൃദ്ധസദനം എന്ന് പറയാം. പല വീടുകളും വൃദ്ധസദനമാണ്, മക്കളില്ല, അത് വൃദ്ധസദനമാണ് അല്ലേ. നമുക്ക് മക്കളോടൊപ്പം കഴിയാനുള്ള സന്തോഷം അവരോടൊപ്പം, അവരുടെ ചെറുമക്കളോടൊപ്പം കഴിയുമ്പോഴാണ് സന്തോഷമുള്ളത് അല്ലേ. പക്ഷെ അവരില്ല, അവരെല്ലാം വിദേശത്താണ്. ഡോക്ടറുണ്ട്, വീട്ടിൽ വന്ന് ഡോക്ടർ നോക്കും അല്ലേ, ഫുഡ് പാഴ്സൽ പറഞ്ഞാൽ വരും അല്ലേ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അത്തരം ചാരിറ്റി നമുക്ക് മിക്കവാറും ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകേണ്ടി വരും അല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം അതെല്ലാം എന്താണെന്ന് നമ്മുടെ പാട്ടുകാർ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ചാരിറ്റി നമ്മുടെ പൂർ ഹോമുകളിൽ വന്നിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അന്നദാന പ്രഭുവാണെന്ന് പറയാം. പലരും അവരുടെ വിവാഹ വാർഷികങ്ങളും ബർത്ത്ഡേയും ഒക്കെ ആഘോഷിക്കുമ്പോൾ ഇത്തരം അനാഥാലയങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വില്ലിങ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണവും കൊടുക്കും, ഒപ്പം തന്നെ ഞങ്ങളുടെ കരോക്കെ ഗാനമേളയും അവിടെ അരങ്ങേറിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒത്തിരി നല്ല മനസ്സുകൾ അല്ലേ. നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ്സാണ്. ഇപ്പോൾ ഒരു ജോലിയില്ല, വീട്ടിൽ ഇരുന്നാൽ പോലും അപ്പനും അമ്മമ്മയ്ക്കും പോലും സ്ട്രെസ്സാണ്. കുട്ടി വീണ് കഴിഞ്ഞാൽ മോനും മരുമോളും എടുത്തിട്ട് അടിക്കും അല്ലേ. നമ്മൾ പൊന്നുപോലെ നോക്കുകയാണ് അല്ലേ, പക്ഷേ വീണ് പോകും. നമ്മൾ അല്ലേ കുടുംബഭാരങ്ങൾ കൊണ്ടുള്ള സ്ട്രെസ്സാണ്, പിരിമുറുക്കം, BP ഷുഗറൊക്കെ കയറി ഒത്തിരി ഇഷ്യൂസാണ്. അപ്പം നമ്മളൊരു പാട്ടുകൂട്ടം ഉണ്ടാക്കിയപ്പോൾ അതിനകത്തൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 2 പാട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയാണ് അവിടെ. ആ സമയം കണ്ടെത്തി എങ്ങനെ നല്ലപോലെ ഈ പാട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു മനസ്സിലൊരു താല്പര്യം. കാര്യം ഈ പാട്ട് കേൾക്കാതിരിക്കുന്നവരെല്ലാം ജഡ്ജസിനെ പോലെയാണ്, എല്ലാവരും നല്ലപോലെ പാടുന്നവരാണ്. അപ്പം ഞാൻ മോശമായിട്ട് പാടിയാൽ അത് കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ജഡ്ജസിൻ്റെ മുമ്പേ എങ്ങനെ പാടാം, നല്ലപോലെ പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു മാസത്തിൽ പാടുന്ന 2 പാട്ട് അല്ലെങ്കിൽ 4 പാട്ടിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഒരുപാട് മനസ്സിൻ്റെ ഒരു സ്ട്രെസ്സ് കുറയുകയും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ ചെയ്യുന്നത് അവിടെ നമ്മുടെ സ്ട്രെസ്സ് കുറയുക. അത് നമ്മൾ ചെയ്യണം. നമ്മളെപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ താഴേക്കല്ല ചിന്തിക്കേണ്ടത്, മുകളിലേക്കാണ് ചിന്തിക്കേണ്ടത്.
വീണ് പോകും, അല്ല നാളെ ഞാൻ വീണ് പോകും, നാളെ എനിക്ക് നടക്കാൻ പറ്റുമോ, വയസ്സായി, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, എനിക്കൊന്നും വരില്ല എന്ന് പറഞ്ഞ് പോസിറ്റീവ് എനർജിയോട് കൂടി വേണം ഓരോ രാവിലെയും നമ്മൾ ഉറക്കമഴിക്കേണ്ടത്. അപ്പം അതിനുള്ള ഒരു മോട്ടിവേഷൻ സുധില സംഗീതവുമായി നൽകുന്നുണ്ട്. അപ്പം ഈ സംഗീതത്തിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി സമയം മറ്റ് ടെൻഷനിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാൻ സാധിക്കും. അതാണ് സുധിലയുടെ പ്രവർത്തനം. സുധില 14 വർഷമായി പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഓണം പ്രോഗ്രാമിന് ഒത്തിരി ആൾക്കാർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇതിനകത്ത് ഇന്നലെ തന്നെ വന്നിട്ട് ഇവിടെ പൂക്കളം ഒരുക്കുന്നതിന് ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചു. ഈ കാണുന്ന പൂവിലെ പച്ച നിറം എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടുന്നതല്ല. ഇത് മരത്തിൽ കയറി പറിച്ച് ഇന്നലെ രാത്രി മൊത്തം ഇവിടെ ഇരുന്ന് അതിൻ്റെ ഈ പൂക്കളത്തിൻ്റെ പ്രധാന സ്പോൺസർഷിപ്പ് ശശിധരൻ സാറ് ഒപ്പം രാധാസ് പിള്ളയാണ് നിർവഹിച്ചത്. ഈ പച്ച ഇല കട്ട് ചെയ്ത് വളരെ ചെറുതാക്കി തോരൻ പോലെ ആക്കിയാണ് ഈ ഇത്രയും പച്ച നിറം. അല്ലെങ്കിൽ നമ്മൾ ചാലയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞപ്പം വേണ്ടാന്ന് പറയുക, ഇത്രയും ഗ്രീനിഷ് കിട്ടത്തില്ല അവിടെ. അപ്പം ഒത്തിരി ആൾക്കാരുടെ ഇന്നലെ രാത്രി തന്നെ വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഡോക്ടർ അജിത് കുമാർ സാർ, അതുപോലെ തന്നെ ഒത്തിരി പേരുടെ പേര് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയുന്നതാണ്. ഒത്തിരി പേര് ഇന്നലെ രാത്രി തന്നെ വരികയും ഇവിടെ ബലൂൺ ഊതിപ്പേർക്ക് കെട്ടുന്നതിനും മറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, പരസ്പരം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഗീത കൂട്ടായ്മ, ഫാമിലി അറ്റാച്ച്മെൻറ്റ് ഉള്ള സംഘടന. വന്ന് പാടിയിട്ട് പോവുക എന്നുള്ളതല്ല, പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കാനും പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡുവറ്റ് പാടുന്നതിനും പാട്ടിനാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്നേഹിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഘടന അത് വേണം. അതാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷിമൃഗാദികൾ വരെ സംഗീതം കേട്ടിട്ട് നമുക്കറിയാം. പശുത്തൊഴുത്തിൽ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒപ്പം മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്തരം മ്യൂസിക് തെറാപ്പി അവിടെ ചെയ്യുന്നതിലൂടെ ഒത്തിരി കിട്ടുന്ന പാലിൻ്റെ ലിറ്റർ കപ്പാസിറ്റി കൂടുന്നുണ്ട്. അതുമല്ല നമുക്കറിയാം പല അസുഖങ്ങൾക്കും നമ്മുടെ ജയചന്ദ്ര സാറിൻ്റെ സുശീലമ്മയുടെയൊക്കെ പാട്ടുകൾ, ഈ തിരഞ്ഞെടുത്ത ചില പാട്ടുകൾ ആൽബം സോങ് കേൾക്കണമെന്ന് പറഞ്ഞ് ചില ഡോക്ടേഴ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ വന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിനൊക്കെ അല്ലേ, ഈ പാട്ടൊക്കെ ഉണ്ടാക്കി വെച്ചവരെ സമ്മതിക്കണം അല്ലേ. ഇത്തരം പാട്ടുകൾ കേട്ട് പാട്ടുകൾ രസിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പാടാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലേ. എത്രയോ മരിച്ചുപോയവരും എത്രയോ സംഗീതജ്ഞർ അവരെല്ലാവരും എഴുതി വെച്ച നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള വരികളും എന്താ പറയുക മ്യൂസിക്കും അതെല്ലാം നമ്മളെ ത്രസിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എത്രമാത്രം മനസ്സിന് സുഖകരമാണ് ആ സംഗീതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും കൂടുതൽ കത്തിരിക്കുന്നില്ല, എല്ലാ മാസവും ഞാനിങ്ങനെ പറയാറുണ്ട് ചില ടിപ്സ്. അപ്പോൾ ഇന്ന് എത്തിയ എല്ലാവരെയും ഇനിയും എത്താനുണ്ട് ആൾക്കാർ. 65ഓളം പാട്ടുകാർ ഇന്ന് ഈ വേദിയിൽ പാടുന്നുണ്ട്. 20ഓളം പാട്ടുകാർ പാടിക്കഴിഞ്ഞു. ഇനി ബാലൻസ് 50ഓളം ആൾക്കാർ ഇവിടെ ഉണ്ട്, പാടാനായിട്ട് എത്തുന്നുണ്ട്. ഇനിയും വന്നു കയറും. വിഭവസമൃദ്ധമായ ഒരു സദ്യ ഇന്ന് സുധില ഒരുക്കിയിട്ടുണ്ട്. അതിനും സ്പോൺസറുണ്ട്. ബിന്നു സാറ് 10,000 rupees തന്നുകൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ സദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു കൈഡി കൊടുക്കണം. കാര്യം ഇന്ന് 2 പായസവും ഉൾപ്പെടെ 15 കറികൾ ഉൾപ്പെടുന്ന നല്ലൊരു സദ്യ. നമുക്ക് ഓണം തീരുന്നില്ല എന്നാണ്, ഒരിക്കലും ഓണം തീരുന്നില്ല. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത പുതിയ ഡ്രസ്സ് എടുക്കുന്നത് ഓണത്തിനാണ്, പിന്നെ ഡ്രസ്സ് എടുപ്പില്ല. ഇന്ന് എന്നും ഓണമാണ് അല്ലേ. പോത്തീസിൻ്റെയും രാമേന്ദ്രയുടെയും അല്ലേ ജയലക്ഷ്മിയുടെയും ഒക്കെ ഫ്രണ്ടിൽ കൂടെ നടക്കാൻ വയ്യ, അവിടെ മൊത്തം ഓണമാണ് അല്ലേ. എന്നും ഓണം ആണ്. ചെണ്ടമേളമൊക്കെ അയച്ച് അവിടെ നമ്മൾ എന്നും പുതിയ ഡ്രസ്സ് എടുക്കും, നമുക്ക് തോന്നും പുതിയ ഡ്രസ്സ് എടുക്കാം. അതാണ് അതുകൊണ്ട് ഓണത്തിന് അങ്ങനെ ഒരു വലിയ സംഭവമില്ല. അതുകൊണ്ട് ഓണം മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായുന്നില്ല എന്ന് പറയും. അത് പ്രത്യേകിച്ച് തിരുവോണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വിദേശ നാടുകളിൽ പോലും തിരുവോണം ആഘോഷിക്കുന്നുണ്ട് വളരെ ഇതിനേക്കാളൊരു ഗംഭീരമായിട്ട്. ആനയില്ലെന്നേ ഉള്ളൂ, ബാക്കി മാവേലിയും വാമനനും പുലികളിയും സംഭവങ്ങളും തിരുവാതിര കളി വരെ ഉണ്ട്. പിന്നെ നമുക്കിന്ന് അതുപോലെ തന്നെ ഒരു തിരുവാതിര പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് വളരെ ഭംഗിയായിട്ടുള്ളൊരു തിരുവാതിര ടീം വളരെയേറെ പ്രാക്ടീസ്ഡായിട്ട് എല്ലാ ദിവസവും കളിച്ച് ഒരു ഗ്രൂപ്പ് പരിപാടി സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരിക. 10 പേര് വന്നാൽ കളി നടക്കത്തില്ല, 14 പേരും വരണം. ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ട്, ഗ്രൂപ്പ് സോങ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 20 പേരുണ്ട് പാട്ടിൽ. 20 പേരിൽ 15 പേര് വന്നു, 5 പേര് വരാതിരുന്നിട്ട് കാര്യമല്ല. ഈ 5 പേരും കൂടെ വന്നാൽ മാത്രമേ ഒരേ ശബ്ദത്തിൽ ഗ്രൂപ്പ് സോങ് തള്ളാൻ പറ്റത്തുള്ളൂ. ഗ്രൂപ്പ് സോങ് പാടുമ്പോൾ ഒറ്റ ആൾ പാടുന്ന അതേ ഇതിൽ വരാൻ സാധിക്കും. അപ്പോൾ അതിന് റിഹേഴ്സൽ ആവശ്യമാണ്. അപ്പം ഇത്തരം ആൾക്കാർ ജീവിത തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്ന് ഒരുമിച്ച് കൂടി അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ നിങ്ങൾ കാണാൻ പോകുന്ന തിരുവാതിര, ഗ്രൂപ്പ് സോങ്, അതുപോലെ തന്നെ ഡുവറ്റും ഒക്കെ. അപ്പം എല്ലാവർക്കും ഹാർദവമായ ഓണാശംസ നേരുകയാണ്. എന്നും ഓണമാണ്. ചിരിച്ച മുഖവുമായി പോസിറ്റീവ് എനർജിയുമായി സംഗീതത്തിൻ്റെ പിൻബലത്തോടു കൂടി നമുക്ക് ജീവിക്കാം, ദൈവം ആയുസ് തരുന്നത് വരെ. താങ്ക് യു.